പ്രിയ ഉദ്യോഗാർത്ഥികളെ, എയ്സാപ്പിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് LP-UP വിഭാഗത്തിലെ ഊർജ പരിപാലനം എന്ന ടോപ്പിക്കാണ്. ഇത് 5ാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബാക്കി 10ാം ക്ലാസ്സിലാണ് വരുന്നത്. അങ്ങനെ 5ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്. അല്ലേ, ജ്വലനത്തിലൂടെ താപം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇന്ധനങ്ങൾ. അപ്പോൾ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ കത്തുമ്പോൾ എന്തുൽപ്പാദിപ്പിക്കും? താപം ഉൽപ്പാദിപ്പിക്കും. അതായത് ജ്വലനത്തിലൂടെ താപം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇന്ധനങ്ങൾ. ഇങ്ങനെയുള്ള ഇന്ധനങ്ങൾ തന്നെ 3 തരമുണ്ട്. ഒന്ന് ഖര ഇന്ധനങ്ങൾ, മറ്റൊന്ന് ദ്രാവക ഇന്ധനങ്ങൾ, 3 വാതക ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിറക്, കൽക്കരി, അതുപോലെ കരി, ചാണകവരളി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിറക്, കൽക്കരി, കരി, ദെൻ ചാണകവരളി. ഇത് ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, ദെൻ ഫ്യുവൽ ഓയിൽ. ഇതൊക്കെ എന്താ പറയുക? ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങൾ, അതായത് ദ്രാവക ഇന്ധനങ്ങളാണ് മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, അതുപോലെ ഫ്യുവൽ ഓയിൽ. വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് LPG, ദെൻ CNG, ദെൻ ബയോഗ്യാസ്, ഹൈഡ്രജൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. അപ്പോൾ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് LPG, CNG, ബയോഗ്യാസ്, അതേപോലെ തന്നെ ഹൈഡ്രജൻ. ഇതൊക്കെ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. അപ്പം അങ്ങനെ ജ്വലനത്തിലൂടെ താപം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾ 3 തരമുണ്ട്. ഒന്ന് ഖര ഇന്ധനങ്ങൾ, 2 ദ്രാവക ഇന്ധനങ്ങൾ, 3 വാതക ഇന്ധനങ്ങൾ. അപ്പോൾ ഖരരൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് വിറക്, കൽക്കരി, കരി, ചാണകവരളി. ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, ഫ്യുവൽ ഓയിൽ. ഓക്കെ. വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ദാറ്റ് ഇസ് LPG, ദെൻ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് CNG, ബയോഗ്യാസ്, അതേപോലെ തന്നെ ഹൈഡ്രജൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. പിന്നെ നമ്മൾ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമുണ്ട്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യുവൽ എന്ന് പറയും. അപ്പോൾ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യുവൽ. അത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് വെച്ചാൽ അത് ഏവിയേഷൻ ഫ്യുവലാണ്. പിന്നീട് വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഇന്ധനങ്ങൾ ഊർജം പുറത്തുവിടുന്നത്. അപ്പോൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഇന്ധനങ്ങൾ ഊർജം പുറത്തുവിടാറുള്ളത്. അതുപോലെ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് മനുഷ്യ ശരീരത്തിൽ ഊർജം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് മനുഷ്യ ശരീരത്തിൽ ഊർജം ഉണ്ടാകുന്നത്. വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഇന്ധനങ്ങൾ ഊർജം പുറത്തുവിടുന്നത്. ഇങ്ങനെ ജ്വലനത്തെ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ജ്വലനത്തെ സഹായിക്കുന്ന വാതകം അത് ഓക്സിജനാണ്. അപ്പോൾ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യുവലാണ്. വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഇന്ധനങ്ങൾ ഊർജം പുറത്തുവിടുന്നത്. ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് മനുഷ്യ ശരീരത്തിൽ ഊർജം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ജ്വലനത്തെ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇനിയുണ്ട് ജ്വലനം 2 തരമുണ്ട്. ഒന്ന് പൂർണ്ണ ജ്വലനം, മറ്റൊന്ന് ഭാഗിക ജ്വലനം. ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭ്യമാകുന്ന ജ്വലനത്തെ വിളിക്കുന്ന പേരാണ് പൂർണ്ണ ജ്വലനം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭ്യമാകുന്ന ജ്വലനമാണ് പൂർണ്ണ ജ്വലനം എന്ന് പറയും. ഇനി ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭ്യമല്ലാത്ത ജ്വലനത്തെ വിളിക്കുന്ന പേരാണ് ഭാഗിക ജ്വലനം എന്ന് പറയും. അപ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭ്യമാകുന്ന ജ്വലനം അത് പൂർണ്ണ ജ്വലനം. ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭ്യമല്ലാത്ത ജ്വലനമാണ് ഭാഗിക ജ്വലനം എന്ന് പറയും. ഇങ്ങനെയുള്ള പൂർണ്ണ ജ്വലനത്തിൻ്റെ പ്രത്യേകതകൾ: ഒന്നാമത്തത്, പൂർണ്ണ ജ്വലനത്തിൽ കാർബൺ മോണോക്സൈഡ് എന്ന വാതകം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, കത്തുമ്പോൾ താപോർജ്ജത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല. ഇതൊക്കെ ഭാഗിക ജ്വലനത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒന്നാമത്തെ, കാർബൺ മോണോക്സൈഡ് എന്ന വാതകം ഉണ്ടാകുന്നില്ല, താപോർജ്ജം കൂടുതലായിരിക്കും, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല. ഇതാണ് പൂർണ്ണ ജ്വലനത്തിൻ്റെ പ്രത്യേകതകൾ. ഇനിയുണ്ട് ഭാഗിക ജ്വലനം. ആ ഭാഗിക ജ്വലനം കൊണ്ടുള്ള ദോഷങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു. രണ്ടാമത്തേത് ഇന്ധന നഷ്ടം ഉണ്ടാകുന്നു. അതേപോലെ സമയനഷ്ടം ഉണ്ടാകുന്നു. ഇത് ഭാഗിക ജ്വലനം കൊണ്ടുള്ള
ദോഷങ്ങളാണ്. അപ്പോൾ ഭാഗിക ജ്വലനം കൊണ്ടുള്ള ദോഷങ്ങൾ, ഒന്നാമത്തെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു, ഇന്ധന നഷ്ടം ഉണ്ടാകുന്നു, അതുപോലെ സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ജ്വലനം 2 തരം പഠിച്ചു. ഒന്ന് പൂർണ്ണ ജ്വലനം, മറ്റൊന്ന് ഭാഗിക ജ്വലനം. ഇനി ഇങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ആവശ്യത്തിനുള്ള ഊർജം ദീർഘനാൾ തരാൻ കഴിവുള്ള വസ്തുക്കളോ സംവിധാനങ്ങളോ ആണ് ഊർജ സ്രോതസ്സുകൾ. ആവശ്യത്തിനുള്ള ഊർജം ദീർഘനാൾ തരാൻ അല്ലെങ്കിൽ അനേക നാൾ തരാൻ കഴിവുള്ള വസ്തുക്കളാണ് ഊർജ സ്രോതസ്സുകൾ. ഇപ്പം നമുക്കറിയാം, ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ആവശ്യമായ വറ്റാത്ത ഊർജത്തിൻ്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. അതിനുള്ള സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് സൗരോർജം എന്ന് പറയും. ഇപ്പോൾ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് സൗരോർജം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിനുള്ള ഊർജം ദീർഘനാൾ തരാൻ കഴിവുള്ള വസ്തുക്കളോ സംവിധാനങ്ങളോ ആണ് ഊർജ സ്രോതസ്സുകൾ. അങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകളെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഊർജ സ്രോതസ്സുകളെ എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം. ഒന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ്. ഓക്കെ, രണ്ടാമത്തേത് പാരമ്പര്യ ഊർജ സ്രോതസ്സ്. അതായത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സ്. അതിനെ പറഞ്ഞ പേരാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ് എന്ന് പറയും. അത് ഉപയോഗം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? തീർന്നു പോകുന്നില്ല. അങ്ങനെ ഉപയോഗം കൊണ്ട് തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ് എന്ന് പറയും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് സൗരോർജം, കാറ്റ്, തിരമാല, ജലശക്തി, അതുപോലെ ബയോഗ്യാസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. ഇതൊക്കെ ഉപയോഗം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? തീർന്നു പോകുന്നില്ല. അങ്ങനെ ഉപയോഗം കൊണ്ട് തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം വരും, ഇപ്പോൾ സൗരോർജം ഏത് തരത്തിലുള്ള ഊർജ്ജമാണ്? അങ്ങനെ വരാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ വരാം. താഴത്തും തിരികെ ശരിയായ പ്രസ്താവന ഏത്, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏത്, ആ രീതിയിലും ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഉപയോഗം കൊണ്ട് തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സ്. അതിന് എക്സാമ്പിളാണ് സൗരോർജം, കാറ്റ്, തിരമാല, ജലശക്തി, ദെൻ ബയോഗ്യാസ്. ഇനി ഉപയോഗം കൊണ്ട് തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുണ്ട്. അങ്ങനെ ഉപയോഗം കൊണ്ട് തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ്, അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. അതിന് എക്സാമ്പിളാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയും. ഫോസിൽ ഇന്ധനങ്ങൾ, ആ ഫോസിൽ ഇന്ധനങ്ങളിൽ പെടുന്നതാണ് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, കൽക്കരി, ലിഗ്നൈറ്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ ഉപയോഗം കൊണ്ട് തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ്. അതിന് എക്സാമ്പിളാണ് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, കൽക്കരി, തന്നെ ലിഗ്നൈറ്റ്. അപ്പം അങ്ങനെ ഊർജ്ജ സ്രോതസ്സുകളെ 2ആയിട്ട് തിരിക്കാം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്, ദെൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. ഉപയോഗം കൊണ്ട് തീർന്ന് പോകാത്ത ഊർജ്ജ സ്രോതസ്സാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്. ഇനി ഉപയോഗം കൊണ്ട് തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. ആ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിളാണ് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, കൽക്കരി, ലിഗ്നൈറ്റ്. ഇനിയുണ്ട്, നമ്മൾ പറഞ്ഞു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഈ ഫോസിൽ ഫ്യൂവൽസ്, അല്ലെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ അനേക ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ പെട്ടുപോയിട്ടുള്ള സസ്യങ്ങളിലും ജന്തുക്കളിലും ഉന്നത ഊഷ്മാവിൻ്റെയും മർദ്ദത്തിൻ്റെയും പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പോൾ എന്താ ഫോസിൽ ഇന്ധനങ്ങൾ? അനേക ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ പെട്ടുപോയിട്ടുള്ള സസ്യങ്ങളിലും ജന്തുക്കളിലും ഉന്നത ഊഷ്മാവിൻ്റെയും മർദ്ദത്തിൻ്റെയും പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ആ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പെട്രോളിയം, ദെൻ കൽക്കരി, പ്രകൃതിവാതകം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങളിൽ പെടുന്നതാണ്. ഇനിയുണ്ട്, ഇങ്ങനെയുള്ള ഏറ്റവും സുലഭമായ ഫോസിൽ ഇന്ധനം ഏത് എന്ന് ചോദിച്ചാൽ അത് കൽക്കരിയാണ്. അപ്പോൾ ഏറ്റവും സുലഭമായ ഫോസിൽ ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ അത് കൽക്കരിയാണ്. ഇങ്ങനെയുള്ള കൽക്കരിയിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബണാണ്. അപ്പോൾ കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന കാർബണിനെ അടിസ്ഥാനമാക്കി കൽക്കരിയെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ അടങ്ങിയിരിക്കുന്ന കാർബണിനെ അടിസ്ഥാനമാക്കിയ കൽക്കരിയെ എത്രയായി തിരിക്കാം? 4ആയി തരംതിരിക്കാം. 1 പീറ്റ്, 2 ലിഗ്നൈറ്റ്,
3 ബിറ്റുമിനസ് കോൾ, 4 ആന്ത്രസൈറ്റ്. ഓക്കെ, അപ്പോൾ അടങ്ങിയിരിക്കുന്ന കാർബണിനെ അടിസ്ഥാനമാക്കി കൽക്കരിയെ 4 ആയിട്ട് തിരിക്കാം. 1 പീറ്റ്, 2 ലിഗ്നൈറ്റ്, 3 ബിറ്റുമിനസ് കോള്, 4 ആന്ത്രസൈറ്റ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ളത് ആന്ത്രസൈറ്റിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ളത് ആന്ത്രസൈറ്റിലാണ്. പിന്നെ കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമോണിയ, കോൾ ഗ്യാസ്, ദെൻ കോൾ ടാർ, ദെൻ കോക്ക്. ഓക്കെ, അപ്പോൾ കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ ആൻഡ് കോക്ക്. ഇങ്ങനെ ഉന്നത മർദ്ദം പ്രയോഗിച്ച് ദ്രാവക രൂപത്തിലാക്കിയ പ്രകൃതി വാതകമുണ്ട്. ഉന്നത മർദ്ദം പ്രയോഗിച്ച് ദ്രാവക രൂപത്തിലാക്കിയ പ്രകൃതി വാതകത്തെ വിളിക്കുന്ന പേരാണ് CNG. CNG മീൻസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഉന്നത മർദ്ദം പ്രയോഗിച്ച് ദ്രാവക രൂപത്തിലാക്കിയ പ്രകൃതി വാതകത്തെ വിളിക്കുന്ന പേരാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ചുരുക്കി നമ്മൾ പറയും CNG എന്ന് പറയും. ഇങ്ങനെ CNGയിലെ പ്രധാന ഘടകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. CNGയിലെ പ്രധാന ഘടകം മീഥെയിനാണ്. അപ്പോൾ CNGയിലെ പ്രധാന ഘടകം അത് മീഥെയിനാണ്. ഇങ്ങനെ പെട്രോളിയത്തെ ആംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമുണ്ട്. പെട്രോളിയത്തെ ആംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമുണ്ട്. അതാണ് LPG എന്ന് പറയും, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അങ്ങനെയുള്ള LPGയിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടൈനാണ്. അപ്പോൾ LPGയിലെ പ്രധാന ഘടകം അത് ബ്യൂട്ടൈനാണ്. CNGയിലെ പ്രധാന ഘടകം മീഥെയിനാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ്. പിന്നെ ഗാർഹിക ആവശ്യങ്ങൾക്ക് സിലിണ്ടറിൽ ലഭിക്കുന്ന വാതകം ഏത് ചോദിച്ചൊരു ചോദ്യമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് സിലിണ്ടറിൽ ലഭിക്കുന്ന വാതകം എന്ന് വെച്ചാൽ അത് LPG ആണ്. LPG വാതക ചോർച്ച തിരിച്ചറിയാൻ കലർത്തുന്നത് ഈഥയിൽ മെർക്യാപ്റ്റനാണ്. അപ്പോൾ LPG വാതക ചോർച്ച തിരിച്ചറിയാൻ കലർത്തുന്ന രാസവസ്തു ഏത് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈഥയിൽ മെർക്യാപ്റ്റൻ. ഇനി വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിൻ്റെ ഭാരം എത്രയാണ്? അത് 14.2 കിലോഗ്രാമാണ്. അപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിൻ്റെ ഭാരം 14.2 കിലോഗ്രാമാണ്. ഇനി വാതക LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതും സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ വരും കേട്ടോ. വാതക LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഇനി ഗാർഹിക ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളിൽ അതിൻ്റെ കാലാവധി രേഖപ്പെടുത്തുന്നത് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്താണ്. അതായത് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് ക്യാപിറ്റൽ ലെറ്റർ A 25 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ നോക്കണം, നമ്മുടെ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് കാണും, പിന്നെ ഒരു നമ്പറും കൂടെ കാണും. അപ്പോൾ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് A25 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? A എന്നത് ജനുവരി മുതൽ മാർച്ച് വരെ ഉപയോഗിക്കാം എന്നതാണ്. 25 എന്നത് ആ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് 2025 വർഷത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് A25 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് A എന്നത് ജനുവരി മുതൽ മാർച്ച് വരെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം കേട്ടോ, ജനുവരി മുതൽ മാർച്ച് വരെ ഉപയോഗിക്കാമെന്നാണ്. 25 എന്നത് ആ 2025 വർഷത്തെ സൂചിപ്പിക്കും. ഇനി B എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ മാർച്ച് മുതൽ ജൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ്. അതോ B എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏപ്രിലാണ്. ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, അപ്പോൾ A എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ. B എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത മാസം, ദാറ്റ് ഈസ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. C എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ D എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയാണ്. അപ്പോൾ 4 ആൽഫബറ്റുകളാണ് ഉപയോഗിക്കുന്നത്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഓക്കെ, അപ്പോൾ A എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, A എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ജനുവരി മുതൽ മാർച്ച് വരെയും,
ബി ആണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയും, സി ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും, ഡി ആണെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. പിന്നെ തന്നിരിക്കുക 25 എന്നോ 26 എന്നോ ഒക്കെ തന്നിരിക്കുക ഒരു നമ്പർ, അത് ആ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ ആ സിലിണ്ടറിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി ഉയർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ബ്ലെവി എന്ന് പറയും. BLEVE, ബ്ലെവി എന്ന് പറയും. അതായത് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാണ്. ബോയിലിംഗ് അതാണ് B, ലിക്വിഡ് അതാണ് L, എക്സ്പാൻഡിങ് അതാണ് E, വേപ്പർ അതാണ് V, തന്നെ എക്സ്പ്ലോഷൻ അതാണ് E. അതായത് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലെവി എന്ന് പറഞ്ഞാൽ? LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും അത് ക്രമാതീതമായി ഉയർന്ന ഉഗ്രസ്ഫോടനത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ബ്ലെവി എന്നറിയപ്പെടും. ഓക്കെ, അങ്ങനെ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന അവശിഷ്ടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ജൈവാവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ബയോമാസ് എന്ന് പറയും. ബയോമാസ് അല്ലെങ്കിൽ ജൈവപിണ്ഡം എന്ന് വേണ്ടും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന അവശിഷ്ടങ്ങളാണ് ജൈവാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബയോമാസ് എന്ന് പറയും. അങ്ങനെ ജൈവാവശിഷ്ടങ്ങളുടെ ജ്വലനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭാഗിക ജ്വലനമായിരിക്കും. അപ്പോൾ ജൈവാവശിഷ്ടങ്ങളുടെ ജ്വലനം എന്ത് ജ്വലനമാണെന്ന് ചോദിച്ചാൽ അത് ഭാഗിക ജ്വലനമാണ്. ജൈവാവശിഷ്ടങ്ങൾക്ക് വിഘടനം സംഭവിച്ചുണ്ടാകുന്ന ഇന്ധനവാതകമാണ് ബയോഗ്യാസ്. അപ്പോൾ വാട്ട് ഈസ് ബയോഗ്യാസ്? ജൈവാവശിഷ്ടങ്ങൾക്ക് വിഘടനം സംഭവിച്ചുണ്ടാകുന്ന ഇന്ധനവാതകമാണ് ബയോഗ്യാസ്. ആ ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് മീഥേനാണ്. അപ്പോൾ ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥേനാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ, CNGയിലെ പ്രധാന ഘടകം മീഥേനാണ്, LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ്, ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥേനാണ്. അപ്പോൾ ഇതിനകത്തെ ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിനോട്ടുള്ള ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.